മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. വെള്ളിനഴി പഞ്ചായത്തിലെ ചാമക്കുന്ന് മള്ളിയൂർ കോളനി പ്രദേശത്തുകാരുടെ കുടിവെള്ള പ്രശ്നം പഞ്ചായത്ത് ഭരിക്കുന്ന CPM ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് CPI. പ്രദേശത്തേക്ക് CPIയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. കഴിഞ്ഞ 3 മാസമായി കുടിവെള്ളമില്ലാതെ ദുരിതത്തിലാണ് ഈ പ്രദേശത്തുകാർ. ഈ ഭാഗത്ത് 2 കുടിവെള്ള പദ്ധതി ഉണ്ട്. ഈ 2 എണ്ണവും വളരെ ദയനീയ അവസ്ഥയിലാണ്. ആരും ഒരു ജനപ്രതിനിധികളും ഇതിനു വേണ്ടി സഹകരിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരോടും സമ്മർദ്ദം ചെലുത്തി. എല്ലാവരും ഞങ്ങളോട് ഞാൻ ശരിയാക്കാം, ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കൂ, വേറൊന്നുമില്ലല്ലോ, ഈ ഒരു ചോദ്യം അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ വന്ന് ഇതപ്പോൾ MLA അടക്കം 2.5 വർഷത്തിന് ശേഷം ആ മനുഷ്യനുണ്ടോയെന്നും കൂടി ഞങ്ങൾ ഈ ഭാഗത്തു കൂടെ കണ്ടിട്ടില്ല. അപ്പോൾ വേറൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെയൊക്കെ ഒരു ചെറുപ്പം മുതൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരു മനുഷ്യൻ മരണസമയത്ത് അത്യാവശ്യം ആഗ്രഹപ്പെടുന്ന ഒരു കാര്യമാണ് വായിലൊരു തുള്ളി വെള്ളം ഒറ്റിച്ച് കൊടുക്കുക എന്നുള്ളത്. അതിനൊരു അത് കൊടുക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബാധ്യതയാണ്. അതിനെങ്കിലും ദയനീയമായി ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ട് ഈ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഇതിൽ ഇടപെടണം. ഭയങ്കരമായി ഒരവസ്ഥയിലാണ് ജനങ്ങളും സ്ത്രീകളും കുട്ടികളൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടിലാണ്. 2 കുടിവെള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും വെള്ളമില്ലാതെ മാസങ്ങളായി ദുരിതം നേരിടുകയാണ് വെള്ളിനേഴി പഞ്ചായത്തിലെ ചാമക്കുന്ന് മള്ളിയൂർ കോളനി പ്രദേശങ്ങളിലെ 200ഓളം കുടുംബങ്ങൾ. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം CPIയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും നിവേദനം നൽകിയിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് CPIയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത്. പഞ്ചായത്തും CPMഉം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും അധികാരികളുടെ കണ്ണു തുറക്കുന്നതുവരെ ജനങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നും കുടിവെള്ളം എത്തിച്ചു നൽകിക്കൊണ്ട് CPI ലോക്കൽ സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിനെയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും രേഖാമൂലം കത്ത് ഞങ്ങൾ കൊടുത്തതാണ്. ഇതുവരെ പഞ്ചായത്ത് ഭരിക്കുന്ന CPIMO അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇതിൻ്റെ പരമാർത്ഥം. എന്നാൽ ഇന്നലെ ഇവിടുത്തെ 2ാം വാർഡിലെ മെമ്പർ കുറച്ച് കുടിവെള്ളം ഇത് കൊടുത്തു എന്നാണ് ഞങ്ങൾ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും CPI വെള്ളിനഴി ലോക്കൽ കമ്മിറ്റി ഈ പ്രദേശത്തെ ആളുകളുടെ ആവശ്യപ്രകാരം ഈ വിഷയം ഏറ്റെടുക്കുകയും വെള്ളിനഴി പഞ്ചായത്തിലെ മള്ളിയൂർ കോളനി പരിസരത്തും മാത്രമല്ല ഏത് പ്രദേശത്താണെങ്കിലും ജനങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ഈ വെള്ളം എത്തുന്നത് വരെ, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്തുന്നത് വരെ എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ CPI വെള്ളിനഴി ലോക്കൽ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് ഈ വിഷയം ഗൗരവമായി കാണണമെന്നാണ് CPIക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് CPI വെള്ളിനഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിനഴി ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ വലിയൊരു ഉപരോധം ഞങ്ങൾ സംഘടിപ്പിക്കും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. CPI ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് PV, നാരായണൻകുട്ടി TP, അഭിലാഷ് MC, അശ്വൻ MC, ഉണ്ണി പള്ളത്ത് കോളനി, ശങ്കരൻകുട്ടി MC എന്നിവരും നേതൃത്വം നൽകി. അധികാരികൾ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിക്കുമെതിരെ ജനകീയ സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു.